എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മാലിനി. ഞാനിന്ന് വന്നിട്ടുള്ളത് നൊസ്റ്റാൾജിക് വിഭവമായിട്ടുള്ള അരിയുണ്ടയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ മട്ട അരിയാണ്. നന്നായി കഴുകി വൃത്തിയാക്കി 1 മണിക്കൂറൊക്കെ വാലാൻ വെക്കണം. നന്നായി വെള്ളം പോയതിന് ശേഷം ഒരു ചുവട് കട്ടിയുള്ള ചട്ടിയിലിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. അരി വറുത്തതിന് ശേഷം സെയിം ചട്ടിയിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് കടലയും വറുത്തെടുക്കണം. ഒരു 1.5 കപ്പ് അരിക്ക് 1 കപ്പ് കടല, ആ ഒരു രീതിയിൽ വേണമെങ്കിൽ എടുക്കാം. ഇനി ഞാനിവിടെ ഞങ്ങളൊക്കെ പണ്ട് അമ്മമ്മയൊക്കെ ഉണ്ടാക്കി തന്നിരുന്നൊരു പലഹാരമാണിത്. കുറച്ച് അരി ഈ വറുത്തത് എടുക്കുക, കുറച്ച് തേങ്ങ എടുക്കുക, അതിൻ്റെ മുകളിൽ ശർക്കര പൊടിച്ചത് അല്ലെങ്കിൽ പഞ്ചസാര ഇടാം, നന്നായി ഇളക്കുക, മിക്സ് ചെയ്ത് കഴിക്കുക. നല്ല അടിപൊളിയാണ്. അതേപോലെ നല്ല കട്ടൻ ചായ എടുക്കുക, അതിൽ അരിമണിയും തേങ്ങയൊക്കെ ഇട്ടിട്ട് കുടിച്ചാൽ സൂപ്പറാണ്. ഇതാരും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ അരി ഫുള്ള് ഇട്ട് കൊടുക്കാം, എന്നിട്ട് നന്നായി പൊടിച്ചെടുക്കാം. ഇനി സെയിം ജാറിലേക്ക് തന്നെ കടലയും കൂടി ഇട്ടിട്ട് അതും നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇത് കടല നന്നായിട്ട് മിക്സിയിൽ ഇങ്ങനെ പൊടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്ന് എണ്ണ കിനിഞ്ഞിട്ട് അതൊരു തിക്ക് പേസ്റ്റായിട്ട് മാറും. അപ്പോൾ നമുക്ക് നല്ല ഉരുട്ടാൻ പറ്റിയ കൺസിസ്റ്റൻസി ആയിട്ട് മാറും അത്. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി സെയിം ആ ചാറിൽ തന്നെ നമുക്ക് തേങ്ങയും ശർക്കരയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു അരമുറി തേങ്ങ ഫുൾ എടുത്തിട്ടുണ്ട്, പിന്നെ ശർക്കരയും. പൊടിച്ചിട്ടുള്ള ശർക്കര ഒരു 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. നമുക്ക് പിന്നെയും ആഡ് ചെയ്ത് കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. അത് നന്നായിട്ട് മിക്സിയിൽ നന്നായി ചതച്ചെടുത്തിട്ട് അതും ഈ കൂട്ടിൽ ചേർത്ത് കൊടുക്കാം. ഇനിയൊന്നുമില്ല, എല്ലാം കൂടി മിക്സ് ചെയ്യാം. നന്നായിട്ട് ബോളായിട്ട് ഉരുട്ടി കൊടുക്കാം. ഇതൊക്കെ ചെറുപ്പത്തിൽ അമ്മൂമ്മയും അച്ഛമ്മയൊക്കെ നന്നായി ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ആ ഒരു ഓർമ്മ ഉണ്ട് ഇതൊക്കെ കഴിക്കുമ്പം. ഇപ്പം ഞാൻ എൻ്റെ കുട്ടികൾക്കും ഉണ്ടാക്കി കൊടുക്കും, അവർക്കത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിള്ളേർക്കും കൊടുക്കാൻ നല്ല ഹെൽത്തിയാണ്. ചോക്ലേറ്റും ബിസ്ക്കറ്റൊക്കെ വാങ്ങി കൊടുക്കുന്നതിന് പകരം ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും അവരുടെ ഹെൽത്തിനും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്